ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? മമ്മൂക്കയുടെ കൂടെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ബ്ലെസ്സിംഗ് മമ്മൂക്കയോട് വർക്ക് ചെയ്യാൻ പറ്റിയതിന്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദി മൂവി. യെസ് യെസ്. വർക്ക് ചെയ്തോട് ഞങ്ങളോട് ചോദിക്കണ്ടല്ലോ. അതെ, അടിപൊളി പോയി. 100% ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അടിപൊളി പടം. വിനായകൻ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര രസമായിരുന്നു. നല്ല അതല്ല, ഇതില് 21 നായികമാർക്ക് അവരുടെ പോഷൻ മാത്രമേ അറിയത്തുള്ളൂ എന്നാ പറഞ്ഞത്. 23 നായികമാർക്കും. ഇപ്പൊ എല്ലാ നായികമാർക്കും അല്ല, എല്ലാ കഥകളും കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഹൈ മൊമെന്റ് എന്തായിരുന്നു? അങ്ങനെ തോന്നി. നമുക്കിങ്ങനെ നെക്സ്റ്റ് എങ്ങനെയാ കൊണ്ടുവന്നത് എന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു എന്റെ വരെ. ഭയങ്കര രസമായിട്ട് എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മളൊക്കെ കേട്ടപ്പോ തൊട്ട് കാണാൻ കാത്തിരുന്ന, കാരണം മമ്മൂക്ക ഇത്രയും വലിയ നെഗറ്റീവ് ഷെയ്ഡ് ചോദിച്ചു വാങ്ങാന്നൊക്കെ പറയുമ്പോ ഭയങ്കര കാര്യമാണ്. അതേപോലെ തന്നെയാണല്ലോ നമുക്ക് മമ്മൂക്ക പറഞ്ഞ പോലെ മമ്മൂക്കയുടെ ക്യാരക്ടറിനോട് നമുക്കൊരു ഇഷ്ടം ഒരിക്കലും തോന്നിയെന്ന് വരില്ല. പക്ഷെ ഇപ്പോഴും ആ ഒരു സീൻസ് നല്ല ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മമ്മൂക്കയുടെ ക്യാരക്ടേഴ്സ് എല്ലാം മമ്മൂക്ക ചെയ്യുന്ന ഒക്കെ വളരെ ഡിഫറെന്റ് ആണ്. എല്ലാവർക്കും അറിയാം. ഇങ്ങനെ രീതിയിലൊരു ക്യാരക്ടർ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ജിതിൻ ചേട്ടൻ, ജിഷ്ണു ചേട്ടൻ, മമ്മൂക്ക, ജോൾസർ എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ് പറയാനുള്ളത്. ഒരുപാട് സന്തോഷം. ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു. വീട്ടിലെത്തിയിട്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടിട്ട് നല്ല ഡയറക്ഷൻ പോയി നിങ്ങൾ കൊടുക്കുന്ന കാശ് 100% നിങ്ങൾക്ക് അതിന് സാറ്റിസ്ഫാക്ഷൻ. നല്ല മൂവിയാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് എന്താ രോമാഞ്ചം വരികയല്ലേ നമുക്ക്. ഗുഡ്, എല്ലാ സസ്പെൻസ് ത്രില്ലറായിട്ട്. വിനായകന്റെ ഒരു രക്ഷയില്ല. മമ്മൂക്കയുടെ ഒപ്പം തന്നെ പിടിച്ചു നിൽക്കുകയല്ലേ. എത്രയോ കാലമായിട്ടും വിനായകൻ ചേട്ടൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് വ്യത്യസ്തമല്ലേ. മമ്മൂക്കയുടെയും ഭയങ്കര നെഗറ്റീവായ നെഗറ്റീവായ റോളാണെങ്കിലും അതിനെ നമ്മൾ ആർട്ടിസ്റ്റുകൾ എപ്പോഴും എന്ന് വെച്ചാൽ കിട്ടുന്ന റോൾ എങ്ങനെ നല്ല രീതിയിൽ അതിനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. നെഗറ്റീവായാലും പോസിറ്റീവായാലും. പക്ഷെ മമ്മൂക്ക ചെയ്ത റോളിന്റെ അതിന്റെ ഒരു നെഗറ്റീവിനെ വിനായകൻ ചേട്ടൻ പോസിറ്റീവാക്കി മാറ്റുവാണല്ലോ. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണല്ലോ പറയുന്നത്. ഇനിയും ഗുഡ്. തിരക്കഥ ഗുഡാണ്. അതിന്റെ ഡയറക്ഷനും ക്യാമറയും മ്യൂസിക്കും എല്ലാം ഭയങ്കര ബ്രില്യൻ്റ് വർക്കാണ്. മസ്റ്റ് വാച്ചാണ്. തീർച്ചയായും പോയി കാണാം. അധികം കഥകൾ പുറത്താവുന്നതിന് മുമ്പ് തന്നെ പോയി കണ്ടോളൂ. അതായിരിക്കും രസമാണ്. എനിക്കിപ്പോ വിനായകൻ ചേട്ടന്റെ വൈഫായിട്ടുള്ള ഒരു റോളാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ക്രിസ്മസ് ബമ്പർ തന്നെയാണ്. ക്രിസ്മസ് ബമ്പർ തന്നെയാണ്. തീർച്ചയായിട്ടും. ഞങ്ങൾ ഇറങ്ങുമ്പോഴാണ് ക്ലാപ്സും ബസ്സിലൊക്കെ കണ്ടോണ്ടിരുന്നത്. അതുവരെ ഇങ്ങനെ ആൾക്കാർ ഇരുന്ന് കണ്ടോണ്ടിരിക്കും. എന്റെ എല്ലാം കഴിഞ്ഞപ്പോ ബസ്സിലും ക്ലാപ്പും ഒരു തമിഴ് ചിത്രം കണ്ടിറങ്ങിയ ആംബിയൻസ് ആയിരുന്നു മറ്റേ ഞങ്ങൾ ഇറങ്ങിയപ്പോ. സോ ഹാപ്പി ഇതിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയല്ലോ. ത്രില്ലറാണോ? സസ്പെൻസ് ത്രില്ലറാണ്. കാണൂ, എല്ലാവരും കണ്ടിട്ട് കാണൂ. ഓക്കെ, താങ്ക് യു.